എന്തോ കലികാലമായത് കൊണ്ടായിരിക്കാം ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. വ്യാഴല്ലേ, ഉപദ്രവിക്കില്ല, അതിന് ഗുണമില്ലെങ്കിൽ ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ്. പക്ഷെ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം വ്യാഴമാണെങ്കിലും ശരി, അനുകൂലനാണെങ്കിൽ മാത്രമേ അനുകൂല ഫലം വരുന്നുള്ളൂ. പ്രതികൂലമാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ ഇന്നലെ കൂടി ഒരു കക്ഷി വിളിച്ചതാണ്, ഫലം പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ, പറയാൻ പോകുന്നതേ ഉള്ളൂ. അയാൾക്ക് അഷ്ടമാധിപത്യം വഹിച്ച വ്യാഴത്തിന്റെ ദശാകാലമാണ്. അപ്പോൾ ഒരുപാട് ബിസിനസിന്റെ അഗ്രിമെന്റുകൾ ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. 1-5 പൈസ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ധനത്തിന് വേണ്ടിയിട്ട്, ധനത്തിന്റെ സോഴ്സ് ഉണ്ട്, ഇങ്ങോട്ട് എത്തണ്ടേ. ഇയാള് ചെന്നിട്ട് ഇപ്പൊ ഞാൻ സൂയിസൈഡ് ചെയ്യണോന്ന് ലാസ്റ്റ് മാഡത്തിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് സംസാരിക്കാൻ. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വ്യാഴത്തിൽ അങ്ങനത്തെ ഫലങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അനുകൂലനാണെന്നുണ്ടെങ്കിൽ വളരെ സേഫാണ് തന്നെയല്ല കേട്ടോ. വ്യാഴ അനുകൂലനാണ് എങ്കിൽ ഈ വ്യാഴത്തിന്റെ ദശയിൽ ഇയാള് നല്ല ഒരു ഗുരുസ്ഥാനീയനായിട്ട് മാറും. അതിപ്പോ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ തന്നെ ആകണം എന്നില്ല. ചിലപ്പോ അയാളൊരു ബിസിനസ്മാൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനായിരിക്കാം, ഏത് മേഖലയിലുമാകാം. പക്ഷെ അയാൾ അറിവ് കൊണ്ട് അയാൾ ഇടപെടുന്ന മേഖലയിൽ നല്ല ജ്ഞാനിയും അതേപോലെ നല്ല പക്വതയെത്തിയ മനുഷ്യനുമായി മാറും. അതുപോലെ തന്നെ വ്യാഴം അനുകൂലനായ ജാതകക്കാരൻ ശാരീരികമായിട്ടും പ്രൗഡായിരിക്കും. അയാൾക്ക് കുറച്ച് അത്യാവശ്യം സാമാന്യ ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള, കാഴ്ചക്ക് തന്നെ യോഗ്യനാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വ്യക്തി. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും വ്യാഴത്തിന്റെ ദശ വരുമ്പോഴത്തേക്കും കുറച്ച് ശരീരമൊക്കെ ഒന്ന് നിവർന്ന് അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇയാളുടെ ഭാവവും. ഒരു ഇരുത്തം വന്നത്, പാകം വന്നൊരു ഭാവമായിരിക്കും. പിന്നെ അതുവരെ യുക്തിവാദിയായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ പോലും ഒരു ചേഞ്ച് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് അയാൾക്കൊരു അടി കിട്ടിയിട്ടൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു നന്മയുള്ള ഒന്നിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് പോലെ ഈശ്വരവിശ്വാസത്തിലേക്ക്, നന്മയുടെ പാതയിലേക്കും തിരിയാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻസ് വന്നിട്ട്, അത് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എന്തെങ്കിലും പ്രതികൂലമായിട്ട്, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരു നേരത്തെ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു അനുഭവത്തിൽ കൂടി ആയിരിക്കാം. എങ്ങനെയായാലും ഇയാൾ തിരിഞ്ഞ് ഈശ്വരവിശ്വാസത്തിലേക്കും തന്റെ ധാർമ്മികത എന്താ, ധർമ്മം എന്താണ് എന്നും അത്തരത്തിലൊക്കെയുള്ള തന്റെ ഒരു പരമ്പരയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാത്തിലും എങ്ങനെയാണോ നമ്മുടെ ഒരു സനാതന ധർമ്മം, ആ രീതിയിലേക്ക് ഒരു പരിവർത്തനം അയാൾക്ക് ഉണ്ടാവും. വ്യാഴത്തിന്റെ ദശയിൽ നല്ല ഒരു മാറ്റമാണ് കൊണ്ടുവന്നത് അനുകൂലനാണെന്നുണ്ടെങ്കിൽ. പ്രതികൂലനായാലും ഇതേപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അവനവന്റെ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയും സംഭവിക്കാം. അപ്പൊ അനുകൂലനാണോ പ്രതികൂലനാണോ എന്നുള്ളതാണ് പ്രധാനം. അതേപോലെ ബലവും, ഈ ഗ്രഹത്തിന് നമ്മുടെ ജാതകത്തിൽ എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതും. ഇനി വ്യാഴത്തിന്റെ ദശയിൽ നമ്മൾ മഹാവിഷ്ണു പ്രീതിയാണ് വരുത്തേണ്ടത്. മഹാവിഷ്ണു പൂർണ്ണൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ്. അതല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരം എടുത്തിരിക്കുന്നത് കൃഷ്ണനെയാണ് ശരിക്കും മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ കൃഷ്ണനെ, അതല്ലെങ്കിൽ ഭഗവാനെ തന്നെ, ആ വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാനെ തന്നെ ഭജിക്കുക, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, വേദാധ്യയനം ചെയ്യുക. അതിലൊക്കെ താല്പര്യം വരും. വേദാധ്യയനത്തിലൊക്കെ ഇനിയിപ്പം വളരെ ചെറിയ ബലവാനാണെങ്കിൽ പോലും വേദാധ്യയനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ മന്ത്രം ചൊല്ലാനോ നാമം ചൊല്ലാൻ, വേദാധ്യയനം എന്ന് പറഞ്ഞാൽ പോയിട്ട് ഋഗ്വേദം പഠിക്കണം എന്നൊന്നുമല്ല, നാമജപത്തിനോടോ അല്ലെങ്കിൽ ഈശ്വര കീർത്തനത്തിനോടൊക്കെ താല്പര്യമുള്ള ആളായിട്ട് മാറും അയാൾ. ആ ചെറിയൊരു താല്പര്യം തോന്നിയാൽ അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവന്നാൽ മതി. താല്പര്യം ഓട്ടോമാറ്റിക്കലി വരും, പ്രകൃത്യാ വരും. അതിനൊന്ന് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്ക് കുറെ കൂടി അനുകൂലമാക്കി എടുക്കാം. പ്രതികൂലത ഇല്ലാതെയാക്കാം. ഗുണമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. അടുത്ത നക്ഷത്രം പുണർദം, വിശാഖം, പൂരോരുട്ടാതി, ഇത്രയും നക്ഷത്രക്കാരാണ് വ്യാഴത്തിന്റെ ദശയിൽ ജനിക്കുക. ഇനി അടുത്തത് ശനി 16 ബൃഹസ്പതി എന്നാണ് പറയുക. അത് കഴിഞ്ഞാൽ 19 വർഷം ശനിയുടെ ദശയാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർ ജനിക്കുന്ന സമയത്ത് ശനിയുടെ ദശയായിരിക്കും. അപ്പൊ 19 വർഷമാണ് ശനിയുടെ ദശയുള്ളത്. 19 വർഷമുള്ളതിൽ ഈ പറഞ്ഞ പോലെ 18 ചില്ലാനോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ കാലമോ, കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ കുറച്ച് വയസ്സ് വരെയോ ഒക്കെ കിട്ടാം.
അത് എങ്ങനെയാണോ ജനിച്ച സമയം വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുക. എന്തായാലും ശനിയുടെ ദശയിലാണ് ഇവർ ജനിക്കുന്നത്. ശനി ദശ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബുധന്റെ ദശയാണ് പിന്നെ വരിക. ബുധൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കേതു, പിന്നീട് ശുക്രൻ, ആദിത്യൻ, അങ്ങനെ പോകും. അപ്പോ വ്യാഴത്തിന്റെ ദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ ദശ 19 കൊല്ലം. ഈ ശനിയുടെ ദശ എല്ലാ ദശയ്ക്കും അനുകൂലവുമുണ്ട് പ്രതികൂലവുമുണ്ട്. അപ്പോ അനുകൂലനായിട്ടുള്ള ശനി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് കേട്ടോ. ശനിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ശനിയുടെ പ്രത്യേകം പറയുന്നുണ്ട് ഗ്രാമപുരാധികാരത എന്ന് പറയുന്നുണ്ട്. ശനി അനുകൂലനായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ശനിയുടെ ദശയിൽ നമുക്ക് ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ പുരം എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളുടെയൊക്കെ അധികാര സ്ഥാനം ലഭിക്കുന്നതാണ് പറയുക. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിട്ട് അതിൽ വിജയിക്കുന്നത് മുതൽക്ക് മുഖ്യമന്ത്രി പദവി വരെ എന്തുമാവാം. അത്രയും നേട്ടങ്ങൾ ഈ ശനിയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒറ്റയടിക്കായിരിക്കില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെറിയ ചെറിയ പടവുകൾ കയറി ഏറ്റവും ഉന്നത സ്ഥാനത്തിലെത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ചൊവ്വയുടേത് പറഞ്ഞതുപോലെ തന്നെ ശനി വളരെ അനുകൂലനായിട്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ സൈന്യങ്ങളിലൊക്കെ, പോലീസിലോ പട്ടാളത്തിലോ സൈന്യത്തിലോ ഒക്കെ നല്ല പദവികളിൽ, അതിൽ ഏറ്റവും ചെറിയ പദവിയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഓരോ ടെസ്റ്റുകൾ എഴുതി മുകളിലേക്ക് കയറി കാരണം 19 കൊല്ലമുണ്ട് ശനിയുടെ ദശയെ. അപ്പൊ അതിൽ കയറി വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ശനിയുടെ ഓൾമോസ്റ്റ് ജീവിതത്തിന്റെ സുഖങ്ങളെല്ലാം അതെങ്ങനെ പെട്ടെന്ന് ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പതുക്കെ കൊണ്ടുവന്ന് തരുന്നയാളാണ് ശനി. ശനി പ്രതികൂലനായി കഴിഞ്ഞാൽ വാതാധിക്യം മൂലമുള്ള അസുഖങ്ങൾ നല്ലോണം സൂക്ഷിക്കും. പ്രത്യേകിച്ചും കുറച്ചൊരു ഏജ്, ഒരു 10-40 വയസ്സിന് ശേഷം ശനിദശ വരുന്നവര് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ വാത പിത്ത കഫങ്ങളിൽ വാതം വർദ്ധിച്ചിട്ടുണ്ടാകുന്നതായിട്ടുള്ള അസുഖങ്ങൾ, കാലവേദനയോ മുട്ടുവേദനയോ അല്ലെങ്കിൽ അസ്ഥി തേയ്മാനമോ സന്ധികളിലെ വേദനയോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ശനിയുടെ ദശയിൽ വന്നേക്കാം. അപ്പോ അതേപോലെ തന്നെ ശനിദശ അനുകൂലനായാലും പ്രതികൂലനായാലും ശരി, ശനിക്ക് നമ്മൾ പറയുന്നത് ഈ ശിവപ്രീതി. ഞാൻ ശിവപ്രീതിയാണ് സാധാരണ പറയാറ് ശനിയുടെ കേസില്. പിന്നെ ശിവനെ മാത്രമല്ല, ശിവനോ ശാസ്താവോ ഹനുമാനോ ഇതിൽ ഏതാണോ ഇഷ്ടദൈവം അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ശാസ്താവിന്റെ അടുത്തോ അതും അല്ലെങ്കിൽ ഹനുമാന്റെ അടുത്തോ. ചിലർക്ക് ഹനുമാൻ വലിയ വിശേഷമായിട്ട് ഉള്ള ഹനുമാൻ ചാലീസ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്. അവർക്ക് അതൊക്കെ വളരെ ഗുണം ചെയ്യും. ശനിയുടെ ദശയുള്ളവർക്ക് എല്ലാ മാസവും നടയുറപ്പുണ്ടല്ലോ ശബരിമലയിൽ. അപ്പൊ എല്ലാ മാസവും 1-ാം തീയതി അടുപ്പിച്ച് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്. അത് ഇനി ഒന്നല്ലെങ്കിൽ മസ്റ്റായിട്ട് എല്ലാ ശനിയാഴ്ചയും ഈ പറഞ്ഞ 3 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും പോവുക. അതുപോലെ ഓം നമഃ ശിവായ ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.